നമസ്കാരം. 75,000 കടക്കുമോ സ്വർണ്ണവില? സ്വർണ്ണക്കുതിപ്പിന് പിന്നിലെന്ത്? ഡി ഡോളറൈസേഷൻ പിടിമുറുക്കുന്നോ? കേന്ദ്ര ബാങ്കുകൾ എന്തിന് സ്വർണം വാങ്ങിക്കൂട്ടുന്നു? നോക്കാം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നൂലുകെട്ട് മുതലുള്ള പല ചടങ്ങുകളുടെയും ഭാഗമാണ് സ്വർണം. സാധാരണക്കാർക്ക് വരെ ഇതിൽ നിന്ന് മാറി നിൽക്കാനാകാത്ത സാമൂഹ്യ വ്യവസ്ഥിതിയും സ്വർണം വാങ്ങലിന് ആക്കം കൂട്ടുന്നു. കുറേ മാസങ്ങളായി കണ്ണു മഞ്ഞളിക്കുന്ന തരത്തിലാണ് മഞ്ഞലോഹത്തിന് വില കയറുന്നത്. ഈ മാർച്ച് 29-ന് ഒരു പവന്റെ വില 1,00,000 കടന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ എന്ന് ഈ വില കാണുന്ന ആരും ഓർത്തുപോകും. പലപ്പോഴും നിഫ്റ്റിയേക്കാളും സെൻസെക്സിനേക്കാളും മികച്ച റിട്ടേൺ തരാനും സ്വർണത്തിന് കഴിഞ്ഞെന്ന് കണക്കുകൾ പറയുന്നു. പ്ലാറ്റിനം ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ വിലക്കുറവിലേക്ക് നീങ്ങുമ്പോഴും സ്വർണം അങ്ങ് തിളങ്ങി നിൽക്കാൻ എന്തായിരിക്കും കാരണം? സ്വർണ്ണ വിലക്കയറ്റത്തിന് കാരണം അന്വേഷിച്ചാൽ ഭൗമരാഷ്ട്രീയം മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലെ ഉലച്ചിലുകളും പലിശ നിരക്കിലെ മാറ്റങ്ങളും ഒക്കെ കാരണമായി കണ്ടെത്താം. സാമ്പത്തിക ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ ഡിമാൻഡ് വൻതോതിൽ ഉയരുകയും ലഭ്യത കൂടാതെ ഇരിക്കുകയും ചെയ്താൽ വില കൂടും. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം നിക്ഷേപകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയപ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് കൂടുമല്ലോ. സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ റീറ്റെയിൽ വാങ്ങലുകാർക്കൊപ്പം മത്സരിച്ച് കേന്ദ്ര ബാങ്കുകൾ കൂടി ചേർന്നപ്പോൾ സ്ഥിതി വിലക്കയറ്റത്തിന് കൂടുതൽ കാരണമായി. എന്തിനാണ് വിദേശ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്? നിക്ഷേപമെന്ന നിലയിൽ സ്വർണം ആകർഷകമാകുന്നതിന് പിന്നിൽ അമേരിക്കയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ വർഷം 3 തവണ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനകൾ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ നൽകിയതോടെ സ്വർണത്തിന് ഡിമാൻഡ് കൂടി. അതിനെന്താവും കാരണം? പലിശ നിരക്ക് കുറഞ്ഞാൽ നിക്ഷേപകർ ബാങ്ക് നിക്ഷേപങ്ങളോടും ബോണ്ടുകളോടും ദുർമുഖം കാണിക്കും. കാരണം പലിശ കുറഞ്ഞാൽ സ്ഥിര നിക്ഷേപങ്ങളും ബോണ്ടുകളും കുറഞ്ഞ റിട്ടേൺ ആകുമല്ലോ നൽകുന്നത്. അത്തരം നിക്ഷേപങ്ങൾ അടപടലം പിൻവലിച്ച് സ്വർണത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ വില കൂടും. ഇതിനു പുറമെ ചൈനയിൽ ആഭരണ ഭ്രമം കൂടിയതും കാരണമായി പറയുന്നു. സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ ഇന്ത്യയും ചൈനയും തമ്മിലൊരു മത്സരം തന്നെയായി. സ്വർണത്തോടുള്ള ആർത്തി കൂടിയപ്പോൾ ഏറ്റവും അധികം സ്വർണം വാങ്ങുന്ന രാജ്യമെന്ന ഇന്ത്യയുടെ സ്ഥാനം തട്ടിയെടുത്തിരിക്കുകയാണ് ചൈന. 2022-ൽ ഇന്ത്യയിൽ ഡിമാൻഡ് 600.56 ടൺ ആയിരുന്നു. ചൈനയുടേത് 570.8 ടണ്ണും. തൊട്ടടുത്ത വർഷം, അതായത് 2023-ൽ ചൈനീസ് ഉപഭോഗം 630 ടണ്ണായി കൂടുകയും ഇന്ത്യയുടെ ഉപഭോഗം 562.3 ടണ്ണായി താഴുകയും ചെയ്തു. ഈ ചൈനക്കാർക്ക് ഇതെന്തു പറ്റി? റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ചൈനക്കാർ നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നത്. ഈ മേഖല തകർന്നതോടെ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ചൈനീസ് യുവതലമുറ തയ്യാറായി. ചൈനയിലെ ജെൻസി യുവാക്കളൊക്കെ ഓരോ മാസ ശമ്പളത്തിൽ നിന്നും ചെറിയ തുക സ്വർണ്ണമുത്തുകൾ വാങ്ങാൻ നിക്ഷേപിക്കുന്നു. ചൈനീസ് വനിതകളാകട്ടെ ആഭരണ പ്രേമികളാവുകയും ചെയ്തു. മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർന്ന് ആവശ്യമുയർത്തി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2,800 ടൺ സ്വർണം ചൈനയുടെ അക്കൗണ്ടിൽ കയറി. ലോകത്ത് ഏറ്റവും അധികം സ്വർണം ഖനനം ചെയ്യുന്നത് ചൈനയാണ്. ഇത് പോരാതെ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ സ്വർണത്തോടുള്ള ആർത്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡോളറിന്റെ ചാഞ്ചാട്ടം സ്വർണത്തെ ബാധിക്കുന്നുണ്ടോ? അടുത്ത കാലത്തായി ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്നത് വലിയ ചാഞ്ചാട്ടമാണ്. ഡോളറിനെ അത്ര കണ്ടങ്ങ് വിശ്വസിക്കേണ്ടെന്ന് നിക്ഷേപകർ കരുതാൻ തുടങ്ങിയത് സ്വർണത്തിന് ഗുണമായി. അതും സ്വർണത്തിന്റെ മൂല്യം ഉയരാനിടയാക്കി. വിദേശ നിക്ഷേപകരുടെ കാര്യം പോട്ടെ, ഈ കേന്ദ്ര ബാങ്കുകൾ എന്തിനാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്നത്? ഇവിടെയാണ് ഡി ഡോളറൈസേഷൻ എന്ന പ്രതിഭാസം ചർച്ചയാകുന്നത്. 1944-ലെ ബ്രെട്ടൺ വുഡ്സ് കരാർ പ്രകാരം ഡോളർ രാജ്യാന്തര വിനിമയത്തിനുള്ള കറൻസിയായി. ഓരോ രാജ്യത്തിന്റെയും ഡോളർ ശേഖരത്തിന്റെ അളവനുസരിച്ച് അതത് രാജ്യങ്ങളുടെ കറൻസി മൂല്യം നിശ്ചയിക്കാനും തുടങ്ങി. രാജ്യാന്തര വ്യാപാരത്തിന് ഡോളർ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആ കറൻസിയുടെ തലപ്പൊക്കം കൂടി. രാജ്യാന്തര വിനിമയങ്ങളിൽ ഡോളറിന്റെ അപ്രമാദിത്യം മറ്റു രാജ്യങ്ങൾക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ വന്ന ഉപരോധങ്ങൾ ആ രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരം മരവിപ്പിക്കുന്നതിലേക്കും വ്യാപാരം തടസ്സപ്പെടുന്നതിലേക്കും നയിച്ചു. രാജ്യാന്തര പേയ്മെന്റ് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യ പുറത്തായത് അവർക്ക് രാജ്യാന്തര വ്യാപാരങ്ങളുടെ പണമടക്കൽ പോലും സാധ്യമല്ലാതാക്കി. ഇതൊക്കെ ഭാവിയിൽ തങ്ങൾക്കും സംഭവിച്ചേക്കാമെന്ന തോന്നലാണ് മറ്റു രാജ്യങ്ങൾ ഡോളറിനെതിരായ ഒരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ കാരണം. ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് സ്വന്തം കറൻസി കൊണ്ടുവരാനും അതിൽ വിനിമയം നടത്താൻ നീക്കം നടത്തുകയും ചെയ്യുന്നത് ഡി ഡോളറൈസേഷന്റെ ഭാഗമാണ്. ബ്രെട്ടൺ വുഡ്സിന് മുന്നേ കരുതൽ ശേഖരം സ്വർണമായിരുന്നു. ആ പഴയ രീതിയിലേക്ക് പോകാനാണ് ചൈന, ഇന്ത്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കം.
അങ്ങനെ സ്വർണശേഖരം കൂട്ടാൻ കേന്ദ്ര ബാങ്കുകൾ മത്സരിച്ചപ്പോൾ ആ വഴിക്കും ഡിമാൻഡ് കൂടി. ഡോളറിനെ കുരുതി കൊടുക്കുകയല്ല, മറിച്ച് ഏക രാജ്യാന്തര വിനിമയ കറൻസി എന്ന ഡോളറിന്റെ അപ്രമാദിത്യവും അമേരിക്കയ്ക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറയുന്നു. വിദേശ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ നിന്ന് 100 ടൺ അഥവാ 1,00,000 കിലോ സ്വർണമാണ് ഇന്ത്യ തിരികെ എത്തിച്ചത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ സ്വർണം തിരികെ എത്തിച്ചത്. ഇത് വിദേശത്തുള്ള സ്വർണശേഖരത്തിന്റെ 4/1 വരും. സ്വർണശേഖരം ഉയർത്താൻ കണ്ടെത്തുന്ന വഴികളിലൊന്നാണിത്. ഇപ്പോഴത്തെ സ്വർണവിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണമെന്ത്? പവന് 55,000-ന് മുകളിലെത്തിയ സ്വർണവില ചരട് പൊട്ടിയ പട്ടം പോലെ താഴേക്ക് വരുന്നതും പോയ 2 ആഴ്ചകളിൽ നമ്മൾ കണ്ടു. ഇവിടെയും ചതിച്ചത് ചൈന തന്നെയാണ്. തുടർച്ചയായ 17 ആഴ്ചകളിൽ സ്വർണം വാങ്ങിക്കൂട്ടിയ ചൈന മെയ് മാസത്തിൽ സ്വർണം വാങ്ങുന്നത് അങ്ങ് കുറച്ചു. ഇതോടെ ഡിമാൻഡിൽ വൻ കുറവുണ്ടായി. ചൈന ചതിച്ചാശാനെ എന്ന് പറഞ്ഞ് സ്വർണവില താഴേക്കും പോയി. പോരാത്തതിന് അമേരിക്കയിൽ വിലക്കയറ്റം ഉയരുന്നതിനാൽ പലിശ നിരക്ക് ഉടൻ കുറച്ചേക്കില്ലെന്ന സൂചന കൂടി വന്നപ്പോൾ സ്വർണത്തിന്റെ തിരിച്ചടി പൂർത്തിയായി. വില ഇനി കൂടുമോ? രാജ്യാന്തര വില കൂടിയാൽ സംസ്ഥാനത്തും വില കൂടും. യുദ്ധം മുറുകിയാൽ, ഡോളർ ക്രൂഡ് വിലയിൽ വ്യത്യാസം വന്നാൽ, രാജ്യാന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വന്നാലൊക്കെ സ്വർണ്ണവില കൂടും. ഇതിനൊക്കെ അപ്പുറമായി മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന ചോദ്യം പോലെ അമേരിക്ക പലിശ കുറയ്ക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വരുന്നതോടെ വിലയിൽ മാറ്റമുണ്ടാകും. പലിശ കുറയ്ക്കുമെന്നാണ് തീരുമാനമെങ്കിൽ വില വീണ്ടും കുതിക്കും. ഇനി എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്? രാജ്യാന്തര വില അനുസരിച്ചാണ് ഇന്ത്യയിലും കേരളത്തിലും സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഒപ്പം തന്നെ ഡോളർ നിരക്കിലെ വ്യതിയാനങ്ങളും 24 ക്യാരറ്റ് സ്വർണ്ണവിലയും പരിഗണിക്കും. ഓരോ ദിവസവും മേൽപ്പറഞ്ഞ ഘടകങ്ങൾ പരിഗണിച്ച് സംസ്ഥാനത്ത് വില നിശ്ചയിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനാണ്. രാജ്യാന്തര വില അനുസരിച്ച് തീരുമാനിക്കപ്പെടുന്ന മുംബൈ വിപണിയിലെ വിലയും വിലയിരുത്തിയാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില തീരുമാനിക്കുന്നത്. അന്ന് സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിലോ? ഒരു കൗതുകത്തിന് കുറേ വർഷങ്ങളിലെ സ്വർണ്ണവില നോക്കിയാൽ അന്ന് സ്വർണം വാങ്ങിയിരുന്നെങ്കിലെന്ന് ആർക്കും തോന്നിപ്പോകും. കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ പ്രതിവർഷം 13% വർധനയുണ്ടായിട്ടുണ്ട്. 1925 ഒരു പവന് വില വെറും 13.25 രൂപ. അത് 100 രൂപ കടക്കുന്നത് 45 വർഷത്തിന് ശേഷം 1970. 20 വർഷത്തിന് ശേഷം 1990 പവന് വില 2000 രൂപ കടന്നു. 2009 വില 10,000-ഉം 2012 20,000-ഉം കടന്നു. 2000 3,212 രൂപയ്ക്ക് ഒരു പവൻ വാങ്ങിയ ആളിന് ഇന്ന് കിട്ടുന്ന ലാഭം ആലോചിക്കാമല്ലോ. ഒരൊറ്റ പവന് കൂടിയത് 50,708 രൂപ. അന്ന് 50 പവൻ വാങ്ങിയിരുന്നെങ്കിലോ നേട്ടം 25,35,400 രൂപയും, അതായത് 1/4 കോടിയിലേറെ രൂപ. എന്തിനാ സ്വർണം വാങ്ങി കാശ് കളയുന്നതെന്ന ചോദ്യം തീരെ പ്രസക്തമല്ലാതായി പോകുന്നു. മികച്ച റിട്ടേൺ ഉള്ള ഒരു നിക്ഷേപമായി സ്വർണ്ണമങ്ങ് തലപൊക്കി നിൽക്കുകയാണ്. ആഭരണം വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കാം. 2025ഓടെ സ്വർണ്ണവില പവന് 75,000 കടക്കുമെന്ന് പ്രവചിക്കുന്നവരുണ്ട്. എന്ന് വെച്ചുള്ളതെല്ലാം വിറ്റുപെറുക്കി സ്വർണം വാങ്ങി കൂട്ടരുതെന്നും വിദഗ്ധർ പറയുന്നു. ഒരാളിന്റെ സമ്പാദ്യത്തിന്റെ 10 മുതൽ 15% വരെ ആയിരിക്കണം സ്വർണ്ണ നിക്ഷേപമെന്നാണ് പേഴ്സണൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ പറയുന്നത്. പണ്ടുകാലം മുതൽ കാർന്നോന്മാർ ആശ്രയിച്ചിരുന്ന സ്വർണ്ണ നിക്ഷേപത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്തും വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലെന്നത് വലിയൊരു കാര്യമാണ്. പണം കയ്യിലെത്തുമ്പോൾ മുതൽ അത് ചെലവാക്കാൻ മാത്രമല്ല കൂടുതൽ പണം ഉണ്ടാക്കാനുള്ളതാണെന്ന ഉപദേശം കൂടി നാം ഓർത്തിരിക്കണം.